വരുമ്പോൾ സ്വാഭാവികമായും ഒരു പരോക്ഷ വിമർശനം CPM നേതൃത്വത്തിനെതിരെ നടത്തിയെന്ന് വേണം നമുക്ക് കരുതാൻ. ഇത്തരത്തിലൊരു പരോക്ഷ വിമർശനം നടത്തിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു താക്കീത് ഇനി ശശിക്കെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ അരുൺ? ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കാര്യമായ ഒരു നടപടിയോ താക്കീതൊന്നും ഉണ്ടാകാൻ ഒരിടയുമില്ല. കാരണം അദ്ദേഹം പരോക്ഷമായി മാത്രമാണ് അത്തരം ഒരു വിമർശനം നടത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ CPM നേരത്തെ തന്നെ അദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു. അദ്ദേഹത്തിനെതിരെ നടപടികളിലേക്ക് പോകണം, കേന്ദ്ര ചെയർമാൻ സ്ഥാനം പോലും മാറ്റണമെന്ന ആവശ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായ നടപടികൾ ഉണ്ടായേക്കാം. ഈ പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ചു, കൂടെ നിന്ന് കുതുകാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് ആരും കരുതേണ്ട, എല്ലാവർക്കും മോഹഭംഗത്തിന്റെ കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നുമൊക്കെ PK ശശി പറയുന്നുണ്ട്. ഇതൊക്കെ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളൊരു സംശയം സാധാരണക്കാർക്ക് ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും സ്വാഭാവികമായും PK ശശിയും CPM-ആയുള്ള ഇപ്പോഴത്തെ ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ അത് പാർട്ടി നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് തന്നെയുള്ള ഒളിയമ്പായി നമുക്ക് വ്യാഖ്യാനിക്കാനാകും. പക്ഷെ അദ്ദേഹം അത് ആ രീതിയിൽ ഓൺ ചെയ്യുന്നില്ല. അദ്ദേഹത്തെ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും പാർട്ടി ഉദ്ദേശമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഇത്. പാർട്ടി വിട്ടുപോയ, പാർട്ടി വിരുദ്ധരായ, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയ ശേഷം പിന്നീട് കോൺഗ്രസിലേക്കും BJP-യിലേക്കും ചേക്കേറിയ ആളുകളെയാണ് താൻ വിമർശിച്ചത്. അതാണ് താൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം. ഏതായാലും ആ രീതിയിൽ തന്നെ CPM നേതൃത്വം അതിനെ കാണുമോ എന്ന് വ്യക്തമല്ല. പാർട്ടിയെ എതിരായി നേരിട്ട് അദ്ദേഹം ഒന്നും പറയുന്നുമില്ല. പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തവർക്കെതിരെയാണ് അദ്ദേഹം പറയുന്നത്. അത് പാർട്ടിക്കുള്ളിലെ ആളുകളെയാണ് ഉദ്ദേശിച്ചതെന്ന് സ്വാഭാവികമായി നമുക്ക് കരുതാനാകും. അത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലാണ്. PK ശശി അത്രയധികം CPM നേതൃത്വവുമായി വിട്ടുനിൽക്കുന്നയാളാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു അദ്ദേഹം ആ ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷവും അദ്ദേഹം പ്രചരണ രംഗത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടി അത്തരം ചുമതല നൽകിയതുമില്ല. അത് കാരണം അദ്ദേഹം ബ്രാഞ്ച് അംഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയ ചുമതലകളിലേക്ക് പാലക്കാട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ CPM തയ്യാറായില്ല. ഏതായാലും ഇപ്പോഴത്തെ പരോക്ഷ വർഷമാണെങ്കിൽ പോലും അത് CPM നേതൃത്വം ഗൗരവത്തോടെ കണ്ടേക്കാം. പക്ഷെ അതിന്റെ പേരിൽ നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ഒരു ബ്രാഞ്ച് അംഗം മാത്രമാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് തരം താഴ്ത്താൻ ഒരു ഘടകം CPM-ന് ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടി പക്ഷേ കേന്ദ്ര ചെയർമാൻ സ്ഥാനമാണ് അദ്ദേഹത്തിന് മാറ്റുമെന്ന് കഴിഞ്ഞ കുറെ നാളുകളെ പറഞ്ഞു കേൾക്കുന്നത്. ചില പേരുകൾ പകരം പറഞ്ഞു കേട്ടിട്ടുമുണ്ട് സമയത്ത്. പക്ഷെ അതിലേക്കൊന്നും CPM ഔദ്യോഗികമായി കടന്നിട്ടില്ല. അറിയാം. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതാ പാലക്കാട് തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ സാഹചര്യത്തിൽ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി പറയാം. PK ശശി അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു. നിരന്തരമായ തരം താഴ്ത്തലുകളൊക്കെ ഇതിനൊരു കാരണമായിട്ടുണ്ടാകാം ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ പരോക്ഷ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരുന്നു. ഒളിയമ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. ഒരു വിമതസ്വരമാണോ നമ്മൾ കേൾക്കുന്നത്? തീർച്ചയായിട്ടും PK ശശിയുടേത് ഒരു വിമത സ്വരം എന്ന് തന്നെ കാണണം. അത്രയധികം പ്രശ്നങ്ങൾ അദ്ദേഹവും CPM-മായി ഉണ്ട്. CPM-ലെ പാലക്കാട്ടെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു, MLA ആയിരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പാലക്കാട്ടെ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി തന്നെ അവിടെ AK ബാലൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളപ്പോഴും PK ശശി മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു സ്വാധീനം അദ്ദേഹത്തെ ഇല്ല. പൂർണ്ണമായും അദ്ദേഹത്തെ പാർട്ടി പല വിഷയങ്ങളുടെ ഭരണഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പേരിലും മറ്റ് ചില പ്രശ്നങ്ങളുടെ പേരിലും ഒക്കെ അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അദ്ദേഹം പാർട്ടിയുമായി കാര്യമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുമില്ല. ഒരു ബ്രാഞ്ച് അംഗം മാത്രമായി സ്വാഭാവികമായി അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഒരു വിമതസ്വരം എന്ന അപ്പുറത്തേക്ക് തനിക്കുള്ള അമർഷം അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു എന്ന് വേണം ഇപ്പോഴത്തെ ഫേസ്ബുക്ക് കുറിപ്പില് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് ഓൺ ചെയ്യുന്നില്ല, അത് ഏറ്റു പറയുന്നില്ല. അത്തരത്തിൽ ഒരു ലക്ഷ്യത്തോടെ നടത്തിയ പ്രസ്താവന അല്ല എന്നാണ് PK ശശി നമ്മോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. CPM നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി PK ശശിയുടെ പുതുവത്സരാശംസ പോസ്റ്റ്. ഫേസ്ബുക്കിൽ പുതുവത്സരാശംസ നേർന്ന സന്ദേശത്തിലാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. പലർക്കും 2024 സുന്ദര കാലമായിരുന്നുവെന്നും അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ച് കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് ആരും കരുതേണ്ട, എല്ലാവർക്കും മോഹഭംഗത്തിന്റെ കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും PK ശശി കുറിപ്പിൽ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ല എന്നും കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ PK ശശി നേരത്തെ തന്നെ നിരന്തരമായി തരം താഴ്ത്തലുകൾ നേരിട്ടിരുന്നു. ഇതിനെ തുടർന്നായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നു. അതിലേക്ക് തട്ടടിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ അധികം ആവുകയാണ്.
അതിന് ആവേണ്ട. ഇപ്പോൾ പൈസ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. സൗകര്യങ്ങളും കുട്ടികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. പിന്നെ വേറെ പ്രശ്നമുണ്ട്, ഇതൊരു കൂട്ടായ്മയാണ്. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായ പരിശ്രമം നടത്തുകയാണ്. 19 കമ്മിറ്റിയുണ്ട്, എല്ലാ MLA-മാരുണ്ട്, 14 MLA-മാരുണ്ട്, ജില്ലയിലെ മന്ത്രിയുണ്ട്, മറ്റ് മന്ത്രിമാരുണ്ട്. മുഖ്യമന്ത്രി ഞാൻ ഇന്നലെ ചെന്ന് കണ്ട് ഇതെല്ലാം ബ്രീഫ് ചെയ്തിരുന്നു. അദ്ദേഹം വളരെ സംതൃപ്തനാണ്. എല്ലാം കൊണ്ടും ഒരു കൂട്ടായ പരിശ്രമമാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു എന്താ പറയുക, ആരോഗ്യകരമായ മത്സരമായിരിക്കണം. മാനുവൽ പ്രകാരമേ മത്സരം നടക്കുകയുള്ളൂ. അതിന് വിരുദ്ധമായിട്ട് ആര് പെരുമാറിയാലും മാനുവലിൽ പറയുന്ന നടപടിക്ക് വിധേയമാകും. 4-ാം തീയതി രാവിലെ ഇവിടെ പ്രഭാത ഭക്ഷണം വിളമ്പുന്നത് ധനകാര്യമന്ത്രിയാണ്, ശ്രീ ബാലഗോപാലാണ്. പ്രഭാത ഭക്ഷണം വിളമ്പുന്നതിന്റെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കുന്നത്. പാല് കാച്ചി ഞാൻ പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് സംസ്ഥാന കലോത്സവം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് തലസ്ഥാനത്തെത്തും. വൈകിട്ട് 5-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. നാളെ രാവിലെ 10:30-ന് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ആകും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഉമാ തോമസ് MLA-യുടെ തുടർ ചികിത്സയിൽ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും. MLA-യുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അതേസമയം കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ സംഘാടകർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃദംഗ വിഷൻ നൃത്ത പരിപാടിയിലെ പണപ്പിരിവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയുടെ പ്രചാരണത്തിന് ലോക്നാഥ് ബെഹ്റയും KMRL MD-യുടെ പ്രചാരണ വീഡിയോ സംഘാടകർ പുറത്തിറക്കിയിരുന്നു. നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് കൊച്ചി മെട്രോയിൽ ഇളവും പ്രഖ്യാപിച്ചിരുന്നു. നർത്തകർക്ക് ടിക്കറ്റ് നിരക്കിൽ 50% ഇളവാണ് കൊച്ചി മെട്രോ നൽകിയത്. Art magazine Mridangam is venturing to take a near impossible task to create a record in the Guinness Book of Records by putting 12,000 dancers to dance simultaneously at the same time in the Kaloor International Stadium on 29th of December. They will do a Bharatnatyam performance to break the existing Guinness Book of World Records. I will also be there. You also please come and join. ഇടവേള. ഹാപ്പി ന്യൂ ഇയർ അശ്വതി. എന്തായാലും ഉമാ തോമസ് MLA-യുടെ ഒരു ആരോഗ്യസ്ഥിതിയിൽ ഇന്നലെ രാവിലെ മെഡിക്കൽ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. എങ്കിൽ പോലും ഈ അപകടനില തരണം ചെയ്തു എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷെ അതൊരു പോസിറ്റീവായ സൂചന. കണ്ണു തുറന്നതും ഈ നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചതുമാണ്. മകൻ പറയുന്നതനുസരിച്ചൊക്കെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ കൈ പിടിക്കുകയും കൈകാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്തു. ഒപ്പം വെള്ളം കുടിക്കണമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷനൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ അപ്പോഴും തലയ്ക്കും നട്ടലിലുമേറ്റ പരിക്കുകളുടെ ആ ഒരു പ്രത്യേകിച്ച് തലയ്ക്കേറ്റ പരിക്കാണ് കുറച്ച് രൂക്ഷമായി നിൽക്കുന്നത്. ഒപ്പം ശ്വാസകോശത്തിലും ഏറ്റ പരിക്കൊക്കെ മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഒരു ആശ്വാസം എന്നോണം ഈ കൈകാലുകൾ അനക്കുന്നതും ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതുമൊക്കെ ഒരു നല്ല സൂചനയായി കണക്കാക്കാം. എങ്കിൽ പോലും വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ 3 ദിവസമായി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി
വേണ്ടിയിട്ടുള്ളൊരു നീക്കം അത് വരും ദിവസങ്ങളിൽ മാത്രമേ നടക്കൂ. പതുക്കെ മാത്രമേ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് റിഡേ മെഡിസിറ്റിയിൽ ഉമാ തോമസ് MLA ചികിത്സ തേടുന്നത്. അതോടൊപ്പം ഈ നമുക്കറിയാം വെന്റിലേറ്ററിൽ അധിക നാൾ കിടക്കുമ്പോൾ അണുബാധ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ശ്വാസകോശത്തിൽ. അത് ഉണ്ടാകാതിരിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഡോക്ടർമാർ നടത്തുന്നത്. അങ്ങനെ അണുബാധ ഉണ്ടായാൽ ന്യൂമോണിയയിലേക്ക് വരെ പോകാനുള്ളൊരു സാധ്യത അത് പിന്നീട് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് ഉമാ തോമസ് MLAക്ക് നടത്തുന്നത്. എന്തായാലും 9 മണിക്കായിരിക്കും ഡോക്ടർമാർ യോഗം ചേർന്നതിന് ശേഷം 10 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ ഉമാ തോമസ് MLAയുടെ ആരോഗ്യ പുരോഗതിയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മക്കൾ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ ഉമാ തോമസ് MLAയുടെ അടുത്തേക്ക് ആരെയും തന്നെ കടത്തിവിടുന്നില്ല. കാരണം അണുബാധ പുറത്തുനിന്ന് വല്ല അണുബാധ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ മക്കൾക്ക് മാത്രമാണ് വലിയ സുരക്ഷയോടുകൂടി മാത്രമേ ഉമാ തോമസിനെ കാണാനുള്ളൊരു അവസരം ഒരുക്കുന്നതുള്ളൂ. എന്തായാലും തിരികെ വാർത്തയിലേക്ക്. നിമിഷപ്രിയയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ഭർത്താവ് ടോമി തോമസ്. ഇന്ത്യ യമൻ സർക്കാരുകളുടെ സഹായത്താൽ അമ്മയെ വീണ്ടും കാണാൻ കഴിയുമെന്ന് നിമിഷയുടെ മകൾ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയോട് വീഡിയോ കോളിൽ സംസാരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ടെന്നും ടോമി തോമസ് ന്യൂസ് 18 പറഞ്ഞു. നിമിഷപ്രിയയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ഭർത്താവ് ടോമി തോമസ്. ഇന്ത്യ യമൻ സർക്കാരുകളുടെ സഹായത്താൽ അമ്മയെ വീണ്ടും കാണാൻ കഴിയുമെന്ന് നിമിഷയുടെ മകൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയോട് വീഡിയോ കോളിൽ സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നും ടോമി തോമസ് ന്യൂസ് 18 പറഞ്ഞു. മനു ഭരത് ചേരുന്നു. മനു, വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആ കുടുംബമല്ലേ? വലിയ പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ ഭർത്താവ് വ്യക്തമാക്കുന്നത് തന്റെ മകൾക്ക് വീഡിയോ കോളിലൊക്കെയാണ് അമ്മയുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. വളരെ കുഞ്ഞാകുമ്പോഴാണ് അമ്മയിൽ നിന്ന് പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പിന്നീട് ചിത്രങ്ങളിൽ മാത്രമേ അവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബ്ലഡ് മണിയോ അല്ലെങ്കിൽ ദിയ എന്ന് വിളിക്കുന്ന ബ്ലഡ് മണിയോ അതിന്റെ സാമ്പത്തിക നഷ്ടമോ ചോദിച്ചാൽ ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം ചോദിക്കുകയാണെങ്കിൽ അത് നൽകാൻ തയ്യാറാണ് എന്ന് അവർ പറയുന്നു. ഇന്ത്യ അതുപോലെ യമൻ സർക്കാരുകളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് നിമിഷപ്രിയയെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ കഴിയും, സുരക്ഷിതമായി എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണ് എന്നവർ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഈ കുഞ്ഞു മോൾക്ക് അമ്മയുടെ സ്നേഹവും കരുതലും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തലാൽ അബ്ദുവിന്റെ കുടുംബവുമായി ബന്ധപ്പെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ശ്രമം നടക്കുന്നതായാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നയം വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്, സാധ്യമായ എല്ലാ വഴികളിലും ഇടപെടൽ നടത്തുന്നുണ്ട്, അവരുടെ കുടുംബവും അതിനുവേണ്ടി അശാന്തരം പരിശ്രമിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ആ ശ്രമത്തിൽ തന്നെയാണ് രാജ്യം. ഏതായാലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. കാരണം 2017 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 18 അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. പിന്നീട് അത് യമനിലെ പരമോന്നത കോടതി വരെ ആ ശിക്ഷ ശരിവെക്കുന്നു. ഒടുവിൽ അത് യമന്റെ പ്രസിഡന്റ് റാഷദ് അൽ അലീമിയുടെ മുന്നിൽ എത്തുന്നു. പക്ഷെ ദയാഹർജിയും തള്ളിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ തന്നെ നടപ്പിലാക്കിയേക്കും എന്ന വിവരങ്ങൾ വന്നത്. പക്ഷെ അപ്പോഴാണ് ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നു. അവിടുത്തെ ഒരു ആചാരം അനുസരിച്ച് കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ, ഒപ്പം ആ ഗോത്ര വിഭാഗത്തിലെ നേതാക്കളും മാപ്പ് നൽകുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം ഇതിന് ദിയ അഥവാ ബ്ലഡ് മണി എന്ന ഒരു തുക നൽകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അത് ചോദിച്ചാൽ അത് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് നൽകാൻ കഴിയും എന്നാണ് ഇപ്പോൾ കുടുംബം വിശ്വസിക്കുന്നത്. അപ്പൊ അമ്മയെയും മകളെയും ഒന്നിപ്പിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് ഇപ്പോൾ കുടുംബത്തിന് ഉള്ളത്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.
മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. കാങ്പോങ്കി ജില്ലയിൽ ഇന്നലെ സുരക്ഷാ സേനയും സ്ത്രീകളായ പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 40 പേർക്ക് പരിക്കേറ്റിരുന്നു. കമ്മ്യൂണിറ്റി ബാങ്കറുകൾ എന്ന് പ്രദേശവാസികൾ വിശേഷിപ്പിക്കുന്ന നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള ശ്രമമാണ് സംഘർഷത്തിന് കാരണമായത്. കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയും ഇന്ന് ചേരുന്നുണ്ട്. സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. 2025 കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും വികസിത് ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2024 നിരവധി നേട്ടങ്ങൾ കൈവരിക്കാനായതായി പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കി. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കും ആം ആദ്മി MP സഞ്ജയ് സിംഗിനുമെതിരെ മാനനഷ്ട കേസുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്. 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. BJPയിൽ നിന്നും സന്ദീപ് പണം കൈപ്പറ്റിയെന്നായിരുന്നു അതിഷിയുടെയും സഞ്ജയ് സിംഗിന്റെയും ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സന്ദീപ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി. लॉयर साहब से मैंने बात की है और मैं आतिश जी और संजय सिंह के खिलाफ, दोनों के खिलाफ क्रिमिनल और सिविल डेफोमेशन का मामला लेकर जा रहा हूं और मैंने कहा है कि आप इन पे मुझे 10 करोड़ रुपया दीजिए. वो 10 करोड़ रुपया में 5 करोड़ हम यमुना क्लीनिंग में देंगे, जमुना जी की सफाई के लिए डोनेट कर दूंगा और बाकी का 5 करोड़ जो हवा जहरीली हो रही है उसके लिए डोनेट कर दूंगा. और ये दोनों केस मैं आज जाकर फाइल करूंगा और देखूंगा इनके पास अगर जवाब हो तो जवाब दे. बहुत आसान है कहना कि फलाने से पैसा लिया, फलाने से पैसा लिया है. 13 साल से कोई चीज प्रूव नहीं कर पाए हैं और इसलिए मैं ये सवाल इनसे पूछना चाहता हूं. നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ആരോഗ്യനില മോശമായി തുടരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള നിർദ്ദേശം നടപ്പാക്കാൻ പഞ്ചാബ് സർക്കാരിന് 3 ദിവസം കൂടി സുപ്രീംകോടതി ഇന്നലെ അനുവദിച്ചു. കർഷക നേതാക്കളുമായി സർക്കാർ പ്രതിനിധികളുടെ ചർച്ച തുടരുകയാണ്. മനു ഭരത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനു, കൂടുതൽ വിശദാംശങ്ങൾ. നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന കർഷക നേതാവിനെ പിന്തിരിപ്പിക്കാനും അനുനയിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏതായാലും അതിനൊരു അല്പം കൂടി സാവകാശം ഇപ്പോൾ പഞ്ചാബ് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് അതിനായി സുപ്രീം കോടതി നൽകിയ അവസാന സമയം കഴിഞ്ഞത്. പക്ഷേ ജനുവരി 2 കേസ് പരിഗണിക്കുന്നതുവരെ വീണ്ടും ശ്രമങ്ങൾ തുടരാൻ കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് നാളെ വരെ സമയം ലഭ്യമായിട്ടുള്ളത്. അതേസമയം ദലേവാളിന്റെ ആരോഗ്യനില വളരെ മോശമായി വരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിനിധി സംഘം കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ നടത്തും. മെഡിക്കൽ ബോർഡ് അദ്ദേഹത്തെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വൈദ്യസഹായം തേടാൻ സമ്മതിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ താൽക്കാലികമായ ഒരു ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയും എന്നാണ് പഞ്ചാബിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഗുർമീന്ദർ സിംഗ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ബെഞ്ച് ജസ്റ്റിസുമാരായ സൂര്യകാന്തും അതുപോലെ സുധാൻഷു ഗുഹ്ലിയും അടങ്ങുന്ന ബെഞ്ച് ഈ കേസ് പരിഗണിച്ചത്. നാളെ വീണ്ടും കേസ് സുപ്രീം കോടതിക്ക് മുന്നിൽ വരും. അതിനു മുമ്പ് ഒരു പ്രശ്നപരിഹാരം സാധ്യമാണോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. 37 ദിവസമായി നിരാഹാരം തുടരുന്ന സാഹചര്യത്തിൽ അത് മുന്നോട്ട് പോയാൽ അത് കടുത്ത പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. പഞ്ചാബ് സർക്കാർ ആകട്ടെ ഒരാൾക്ക് ജീവൻ രക്ഷിക്കാനായി നിരവധി പേരുടെ ജീവിതം. ശരി, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. ഹാപ്പി ന്യൂ ഇയർ അശ്വതി. എന്തായാലും ഉമാ തോമസ് MLAയുടെ ഒരു ആരോഗ്യസ്ഥിതിയിൽ ഇന്നലെ രാവിലെ മെഡിക്കൽ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. എങ്കിൽ പോലും ഈ അപകടനില തരണം ചെയ്തു എന്നിപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷെ അതൊരു പോസിറ്റീവായ സൂചന. കണ്ണു തുറന്നതും ഈ നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചതുമാണ്. മകൻ പറയുന്നതനുസരിച്ചൊക്കെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ കൈ പിടിക്കുകയും കൈകാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്തു. ഒപ്പം വെള്ളം കുടിക്കണമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷനൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ അപ്പോഴും തലയ്ക്കും നട്ടലിലും ഏറ്റ പരിക്കുകളുടെ ആ ഒരു പ്രത്യേകിച്ച് തലയ്ക്കേറ്റ പരിക്കാണ് കുറച്ച് രൂക്ഷമായി നിൽക്കുന്നത്. ഒപ്പം ശ്വാസകോശത്തിലും ഏറ്റ പരിക്കൊക്കെ മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ.
എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഒരു ആശ്വാസം എന്നോണം ഈ കൈകാലുകൾ അനക്കുന്നതും ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതുമൊക്കെ ഒരു നല്ല സൂചനയായി കണക്കാക്കാം. എങ്കിൽ പോലും വെന്റിലേറ്ററിലാണ്, കഴിഞ്ഞ 3 ദിവസമായി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം അത് വരും ദിവസങ്ങളിൽ മാത്രമേ നടക്കൂ. പതുക്കെ മാത്രമേ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് റിഡേ മെഡിസിറ്റിയിൽ ഉമാ തോമസ് MLA ചികിത്സ തേടുന്നത്. അതോടൊപ്പം ഈ നമുക്കറിയാം വെന്റിലേറ്ററിൽ അധിക നാൾ കിടക്കുമ്പോൾ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശ്വാസകോശത്തിൽ. അത് ഉണ്ടാകാതിരിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഡോക്ടർമാർ നടത്തുന്നത്. അങ്ങനെ അണുബാധ ഉണ്ടായാൽ ന്യൂമോണിയയിലേക്ക് വരെ പോകാനുള്ളൊരു സാധ്യത അത് പിന്നീട് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് ഉമാ തോമസ് MLAക്ക് നടത്തുന്നത്. എന്തായാലും 9 മണിക്കായിരിക്കും ഡോക്ടർമാർ യോഗം ചേർന്നതിന് ശേഷം 10 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ ഉമാ തോമസ് MLAയുടെ ആരോഗ്യ പുരോഗതിയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് സ്റ്റീൽ ഡോർസ്. തിരികെ വാർത്തയിലേക്ക്. വിദേശ ടൂറിന്റെ പേരിൽ സാമ്പത്തികമായി തട്ടിക്കുന്നുവെന്ന ആരോപണം നിഷേധിച്ച് ടൂർ കമ്പനികൾ. കോൺസുലേറ്റുകൾ വിസ നിഷേധിക്കാൻ പണം തിരികെ കിട്ടാതെ വരുന്നത് ടൂർ കമ്പനികളുടെ വീഴ്ച മൂലമല്ലെന്നാണ് ഇവരുടെ വിശദീകരണം. US, യൂറോപ്യൻ കോൺസുലേറ്റുകൾ വിസ നൽകുന്നത് ട്രാവൽ ചെയ്യുന്ന യാത്രക്കാരന്റെ സാമ്പത്തിക, സാമൂഹിക ഡോക്യുമെന്ററികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വിസ റിജക്ട് ചെയ്യപ്പെട്ടാൽ കൂടുതൽ നഷ്ടം പേറേണ്ടി വരുന്നത് ടൂർ കമ്പനികൾക്കാണെന്നും ഇവർ വ്യക്തമാക്കുന്നു. വിദേശ ടൂർ വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുവെന്ന ആരോപണത്തിനെതിരെയാണ് ടൂർ കമ്പനികളുടെ സംഘടന രംഗത്തെത്തിയത്. വിസ നിഷേധിക്കുന്നത് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളാണ്. വിസ നടപടികളുടെ ആദ്യഘട്ടത്തിൽ തന്നെ മുൻകൂറായി പണം അടക്കണം. വിസ നിഷേധിക്കപ്പെട്ടാൽ ഈ പണം തിരികെ കിട്ടില്ല. ഇക്കാര്യം നേരത്തെ തന്നെ ഉപഭോക്താക്കളെ അറിയിക്കാറുണ്ട്. ഒരു യൂറോപ്പ് ടൂറിന് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിക്കുന്ന 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് വിസയ്ക്ക് വേണ്ടിയിട്ട്. വിസയ്ക്ക് നമുക്ക് വിസ ഫീസ് നമ്മൾ കോൺസുലേറ്റിൽ അടയ്ക്കുന്നതാണ്. അത് വിസ കിട്ടിയാലും റിജക്റ്റ് ആയാലും വിസ ഫീസ് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അത് നോൺ റിഫണ്ടബിൾ ആണ്. അതുപോലെ തന്നെ വിസ ഫെസിലിറ്റേഷൻ സെൻറ്റർ VFS ഫീസ് ഉണ്ട്, അതും നമുക്ക് നോൺ റിഫണ്ടബിൾ ആണ്. അടുത്തത് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, അതുപോലെ ഇന്റേണൽ ട്രാൻസ്ഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ബുക്കിംഗ് കൂടെ നമ്മൾ ചെയ്യണം. കൺഫേം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നമ്മൾ പലപ്പോഴും ഈ ടൂറിൻ്റെ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ടിക്കറ്റിലും നമുക്ക് നോൺ റിഫണ്ടബിൾ ആണ്. ഐ മീൻ ഒരു 25% എമൗണ്ട് നമ്മൾ മുൻകൂട്ടി അടച്ചാലാണ് എയർലൈൻ നമുക്ക് ഗ്രൂപ്പ് ടിക്കറ്റിങ്ങിന് PNR തരുള്ളൂ. അപ്പോൾ ആ 25% നമ്മുടെ പോകും. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 20,000 മുതൽ 30,000 രൂപ വരെ ഒരു യൂറോപ്പ് ടൂർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ക്യാൻസലേഷൻ കോസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇത് നമ്മൾ ടൂർ ഐറ്റിനറിയിൽ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് അഡ്വാൻസ് മേടിക്കും മിക്കവാറും എല്ലാ കമ്പനികളും. യൂറോപ്യൻ ടൂറുകൾക്കായി 50% പണം മുൻകൂറായി അടക്കേണ്ടി വരുന്നു. ടൂർ റദ്ദാക്കപ്പെട്ടാൽ ഉപഭോക്താക്കളെക്കാൾ നഷ്ടം നേരിടുക ടൂർ കമ്പനികൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ലാഭം ഒരു ടൂർ കമ്പനി ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ടൂർ പോയാലാണ് നമുക്ക് അതിൽ നിന്നൊരു 5-8% നമുക്കൊരു മാർജിൻ ഉണ്ടാകുന്നത്. ഒരിക്കലും ടൂർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗസ്റ്റിനുണ്ടാവുന്ന നഷ്ടത്തേക്കാൾ കൂടുതൽ ഒരു ടൂർ ഓപ്പറേറ്റർക്ക് ഉണ്ടാവും സാധാരണ രീതിയിൽ. വിദേശ ടൂറിന്റെ പേരിൽ തട്ടിപ്പെന്നത് അനാവശ്യ പ്രചരണമെന്നാണ് ടൂർ കമ്പനികൾ വ്യക്തമാക്കുന്നത്. പരാതി കോടതിയിലെത്തിയാൽ നിയമപരമായും വിശദീകരണം നൽകുമെന്നാണ് ടൂർ കമ്പനികളുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായ മലയാളി സൈനികനെ കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയ വിഷ്ണുവുമായി പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട്ടേക്ക് തിരിച്ചു. കാണാതായെന്ന ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകിയതിനാൽ വിഷ്ണുവിനെ കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കും. മകനെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ് ആശങ്ക കൂട്ടിയതെന്നും വിഷ്ണുവിന്റെ അച്ഛൻ സുരേഷ് പ്രതികരിച്ചു. സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിഞ്ഞില്ല എന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ലെന്നും സുരേഷ് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് ഇവിടുന്ന് പോയ പോലീസ് സംഘത്തിന്റെ SI സാർ സിയാ സാറ് വിളിച്ച് അവനെ ഫോൺ കൊടുത്തിട്ട് സംസാരിച്ചത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഇതിലാണുള്ളത്. ആള് ഒന്നും പറയണ്ട, ആളോട് അങ്ങോട്ട് ഞാൻ പറഞ്ഞതാണ് പ്രശ്നം വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവുന്നുള്ള സന്ദേശം ഞാൻ കൊടുത്തേ. അല്ല, ആ കാശിന്റെ കാര്യമാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇതുവരെ പറഞ്ഞില്ല. ഞാൻ അച്ഛൻ മകൻ എന്നുള്ള ഇതിലുപരി ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് ഇതുവരെ പോകുന്നത്. അപ്പോൾ എന്നിട്ട് പോലും എന്നോട് പറഞ്ഞില്ല. സാമ്പത്തികത്തിന്റെ പ്രശ്നം ഇതുവരെ പറഞ്ഞിട്ടുമില്ല, എവിടെയില്ല. ഇല്ലില്ല, അന്ന് കാണാതായതിനു ശേഷം പിന്നെ സ്വിച്ച് ഓഫ് ആണ്, പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്നലെയാണ് ഇന്ന് സംസാരിച്ചത്. ഇപ്പോൾ തീർച്ചയായും നല്ല ആശ്വാസം. MS അനീഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. അനീഷ്, ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇനി വാർത്തയിലേക്ക് വരാം. എന്താണ് വിഷ്ണുവിന് സംഭവിച്ചത്?
കഴിഞ്ഞ 17-നാണ് പൂനെയിലെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിഷ്ണു നാട്ടിലേക്ക് അവധിക്ക് പോകുന്നത്. 20 ദിവസത്തെ അവധിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം നാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ണൂർ എത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമ്മയ്ക്ക് ഫോൺ വിളിച്ചത്. പക്ഷേ അതിനുശേഷം വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും വീട്ടിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 2-3 ദിവസം കുടുംബം കാത്തിരുന്നു. പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിൽ തന്നെ ഇതോടെയാണ് ഒരു ആശങ്ക ഉണ്ടാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പൂനെയിൽ പരിധിയിൽ നിന്നും വിഷ്ണുവിന്റെ ഫോൺ കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്ന് കണ്ടെത്തി. പ്രത്യേകിച്ചും കണ്ണൂർ അടക്കമുള്ള ഇടങ്ങളിലെ മൊബൈൽ ടവറുകളിൽ വിഷ്ണു എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പൂനെയിലെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടക്കം പോയി പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ആർമി മേലുദ്യോഗസ്ഥരിൽ നിന്നും മറ്റ് സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ യാതൊരു പ്രശ്നവും വിഷ്ണുവിന് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തൊഴിലിടത്തിലും അവിടെയും കാര്യമായ ഒരു പ്രതിസന്ധിയോ മറ്റു പ്രശ്നങ്ങളോ പറഞ്ഞിരുന്നില്ല എന്ന് വ്യക്തമാക്കി. പിന്നീട് ഈ അന്വേഷണം വിഷ്ണുവിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചൊക്കെ നടത്തി വരികയായിരുന്നു. ഇതിൽ നിന്നും പിന്നീട് ചില സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരുവിൽ തെരച്ചിൽ നടത്തുകയും അവിടെ നിന്ന് വിഷ്ണുവിനെ കണ്ടെത്തുകയും ചെയ്തത്. ഇന്നലെ രാത്രിയാണ് ഈ എലത്തൂർ സ്റ്റേഷനിൽ നിന്ന് പോയ പ്രത്യേക സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. എന്തായാലും അതിനുശേഷം കുടുംബവുമായി വിഷ്ണു സംസാരിക്കുകയും ചെയ്തിരുന്നു. പോലീസിനോട് പറഞ്ഞിരിക്കുന്ന ചില സാമ്പത്തിക വിഷമങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തൽക്കാലം നാട്ടിൽ നിന്നും മാറുന്നതാണ്. പണം സമാഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആണ് വീട്ടിലേക്ക് ഫോണും മറ്റും വിളിക്കാതിരുന്നത് എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷേ അച്ഛനോട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഇത്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റിയൊന്നും തന്നോട് പറഞ്ഞിരുന്നില്ല. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും കുടുംബത്തിലില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം ഈ വിഷ്ണുവുമായുള്ള പോലീസ് സംഘം എലത്തൂർ സ്റ്റേഷനിൽ എത്തും. ഇതൊന്നും പിന്നീട് കൊയിലാണ്ടി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. അതിനുശേഷമാവും കുടുംബത്തിന് വിട്ടു നൽകുക. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 14 പ്രതികളും അപ്പീൽ നൽകും. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രോസിക്യൂഷന് ഗൂഢാലോചന തെളിയിക്കാനായില്ല. കോൺഗ്രസ് നേതാവായിരിക്കെ താൻ കേസിലെ രേഖകൾ കണ്ടുപഠിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം CK ശ്രീധരൻ തള്ളി. ശിക്ഷാവിധി വരാനിരിക്കെ CK ശ്രീധരന്റെ വീടിന് പോലീസ് കനത്ത സുരക്ഷയുമൊരുക്കി. പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് നമ്മോടൊപ്പമുള്ളത്. ഏതായാലും 3-ാം തീയതി വിധി വരികയാണ്. എങ്ങനെ കാണുന്നു? 3-ാം തീയതി ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയ 10 302 IPCയും 120B IPCയും ഗൂഢാലോചനയും കൊലപാതക കുറ്റവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികളുടെയും അതുപോലെ സെക്ഷൻ 225 IPC പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 4 പ്രതികളുടെയും വിധിയാണ്, അതിൻ്റെ ശിക്ഷാവിധിയാണ് ഈ വരാൻ പോകുന്ന 3-ാം തീയതി കോടതി നടത്താൻ ഇരിക്കുന്നത്. ധാരാളം സാക്ഷികളെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സാക്ഷികളായി കൊണ്ടുവന്നു. പക്ഷെ ആ സാക്ഷികളെല്ലാം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന പെരിയ സർവീസ് സഹകരണ ബാങ്കിലെ ജോലിക്കാരോ ആയ ആളുകളാണ്. ഗൂഢാലോചന സംബന്ധിച്ച് സംഭവം നടന്ന് 2 കൊല്ലത്തിന് ശേഷം ആദ്യമായി CBIയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നതും മൊഴി നൽകുന്നതും എന്നുള്ളത് കൊണ്ട് തന്നെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള ആ മൊഴികളൊന്നും വിശ്വസനീയമല്ല, അടിസ്ഥാനരഹിതമാണ് എന്നുള്ള നിലയിൽ സ്ഥാപിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഗൂഢാലോചന ആരോപിക്കപ്പെട്ട ഒട്ടേറെ പ്രതികൾ നിരപരാധികളാണ് എന്ന് കോടതി കണ്ടെത്തി അവരെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ളത്. താങ്കൾക്ക് ഒരു വ്യക്തിപരമായി ഉയർന്നു വന്ന ആരോപണം ഈ കുടുംബത്തോടൊപ്പം ആദ്യഘട്ടത്തിൽ നിന്നൊരാളാണ് അങ്ങ് ഈ പിന്നീട് പ്രതിഭാഗം അഭിഭാഷകനാകുമ്പോൾ ഇതിൻ്റെ രേഖകളൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിരുന്നെന്നും അത് കേസിനെ ദുർബലമാക്കിയെന്നുള്ള ഒരു വാദം കോൺഗ്രസിന്റെ ഭാഗത്തും കുടുംബത്തിന്റെ ഭാഗത്തും ഉയർന്നു വരുന്നത്, അതിനെങ്ങനെയാണ് കാണുന്നത്? പൂർണ്ണമായും തെറ്റായ കളമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉയർത്താനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. ഞാൻ വളരെ സത്യസന്ധമായി പറയുന്നു, എൻ്റെ ദീർഘകാലത്തെ അഭിഭാഷക വൃത്തിയുടെ ആ ഒരു വലിയ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പറയട്ടെ, ഒരിക്കലും ആ കേസിൻ്റെ ഏതെങ്കിലും രേഖകൾ എൻ്റെ മുമ്പിൽ വരികയോ ഞാൻ കാണുകയോ ഞാൻ പഠിക്കുകയോ അതുമായി ആരെങ്കിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും
ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഞാൻ ഹാജരാകുമായിരുന്നില്ല എന്ന് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരമൊരു സംഗതി ഇല്ലാതിരുന്നത് കൊണ്ട് സ്വാഭാവികമായും എനിക്കതിൽ ഹാജരാകുന്നതിൽ നിയമപരമായോ അല്ലാതെയോ യാതൊരു തടസ്സവുമില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. കേസിൽ 14 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ ഒരു കാര്യത്തിൽ അങ്ങ് കാണുന്നത്? അതിൽ എല്ലാവർക്കുള്ള വകുപ്പുകളും അത് ആ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളുടെ കാര്യത്തിൽ നിയമാനുസൃതമായി അപ്പീൽ, ഈ സെന്റൻസിനെ സംബന്ധിച്ചുള്ള വിധി ഉണ്ടായാൽ ഉടൻ ജഡ്ജ്മെന്റിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട പ്രതികൾ കേരള ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ചുള്ള അപ്പീൽ സമർപ്പിക്കും. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ കണ്ടത് വീട്ടിന് മുന്നിൽ വലിയ പോലീസ് ബസ്സും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ. ഏതെങ്കിലും തരത്തിൽ അങ്ങക്ക് ഭീഷണി ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടോ? എന്താണ് ഇത്രയും വലിയൊരു പോലീസ് തന്നെ വീട്ടിന് മുന്നിൽ? ഞാൻ ഈ ഒരു കേസ് മാത്രമല്ലല്ലോ, കേരളത്തിൽ വളരെ വളരെ പ്രമാദമായ ഒട്ടേറെ കേസുകളിൽ പല ഘട്ടങ്ങളിലായി വിവിധ കോടതികളിൽ ഹാജരായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഞാൻ. സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയ കാരണങ്ങളുള്ള കേസുകളുണ്ട്, അല്ലാത്ത കേസുകളുമുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഒരു ഭീഷണിയും നേരിട്ടിട്ടില്ല, ഇപ്പോഴും ഞാൻ ഭീഷണി നേരിടുന്നില്ല എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാൻ. നാളെ മുതൽ 20-ലധികം മോഡൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് വാട്സാപ്പിലേക്കുള്ള ആക്സസ് നഷ്ടമാകും. ആൻഡ്രോയിഡിന്റെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കിറ്റ്കാറ്റ് വേർഷനിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോൺ ഡിവൈസുകൾക്കാണ് വാട്സാപ്പ് നഷ്ടമാകുക. സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള വാട്സാപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റയുടെ അപ്ഡേറ്റുകളുടെ ഭാഗമായാണ് വാട്സാപ്പ് ആക്സസ് നഷ്ടമാകുന്നത്. അജയ് സുധാ ബിജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ഇതാ ഈ നാളെ മുതൽ 20-ലധികം മോഡൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് വാട്സാപ്പ് നഷ്ടമാകുമെന്ന് പറയുന്നു. സ്വാഭാവികമായും ആളുകൾക്ക് വലിയ സംശയമുണ്ടാകും, ഏത് തരത്തിലുള്ള ഫോണിലാണ് ഇത്തരത്തിലുള്ള വാട്സാപ്പ് നഷ്ടമാവുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ വാട്സാപ്പ് നഷ്ടമാകുന്നതെന്നൊക്കെ. എന്താണ് ഇതിനൊക്കെ ഉത്തരം അജയ്? ഭവ്യ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാതരം ഉപഭോക്താക്കൾക്കും ഈ പുതിയ തീരുമാനം കാരണം ഭയപ്പെടേണ്ടതില്ല. ഈ ആൻഡ്രോയിഡ് 4.4 അതുപോലെ ആൻഡ്രോയിഡ് കിറ്റ്കാറ്റ് തുടങ്ങിയിട്ടുള്ള ഉപഭോക്താക്കൾക്കാണ് ഈ കാര്യത്തിൽ നിലവിൽ ഭയപ്പെടാനുള്ളത്. ഇതിൽ വാട്സപ്പ് ഇതിന് മുൻപ് തന്നെ, മാസങ്ങൾക്ക് മുൻപ് തന്നെ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇത് ഉൾപ്പെടെയുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർ വാട്സപ്പിലെ വിവരങ്ങൾ നേരത്തെ തന്നെ ബാക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരം ഉപഭോക്താക്കൾക്ക് ആൻഡ്രോയിഡ് 4.4 അതുപോലെ കിറ്റ്കാറ്റ് തുടങ്ങിയ ഉപഭോക്താക്കൾക്ക് ഇന്നു മുതൽ ഈ വാട്സപ്പ് ഉപയോഗിക്കാൻ, അത്തരം ഫോണുകളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത്തരം ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഇവർ ഫോൺ നിലവിൽ മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ വേർഷനിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യുകയോ വേണം. കിറ്റ്കാറ്റ് അല്ലാതെ മറ്റു വേർഷനുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ പഴയ iOS 15.1 തുടങ്ങിയിട്ടുള്ള ഉപഭോക്താക്കൾക്കും ഈ വാട്സപ്പ് മെയ് 1-ാം തീയതി മുതൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാട്സപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കാരണമാണ് നിലവിലുള്ള ഈ അറിയിപ്പ് എന്നാണ് സൂചന. വാട്സപ്പിൽ ഇപ്പോൾ നിലവിൽ iOS 24.25 തുടങ്ങിയിട്ടുള്ള മോഡലുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ റിവേഴ്സ് ഇമേജ് സെർച്ച് ഓപ്ഷൻ ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങളെല്ലാം മെറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റയിൽ ഇത്തരത്തിൽ കൂടുതൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ വേർഷനുകളിൽ ഇത് വർക്കാകാതെ വരികയും ഇത് കാരണം ഇത് ഉപയോഗിക്കുന്നവർക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഇത് കണക്കിലെടുത്താണ് ഇത്തരം ഉപഭോക്താക്കൾ പുതിയ വേർഷനുകളിലേക്ക് മാറണമെന്ന് വാട്സപ്പ് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നത്. ഇത് കാരണം ഇന്ന് സാംസങ് ഉൾപ്പെടെയുള്ള നിരവധി ജനപ്രിയ ബ്രാൻഡുകളിലേക്ക് വാട്സപ്പിൻ്റെ സേവനം ലഭ്യമാകില്ല. അതുപോലെ ഇതിൽ ഭയപ്പെടേണ്ട ഒരു ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് HTC അതുപോലെ തന്നെ LG തുടങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കാണ്. ഇത്തരം സ്മാർട്ട് ഫോണുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ സാംസങ്, മോട്ടറോള അതുപോലെ സോണി തുടങ്ങിയിട്ടുള്ള ഫോണുകൾ അവരിപ്പോഴും നിർമ്മാണം തുടരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഉപഭോക്താക്കൾക്ക് അധികം ഇത് ഭയപ്പെടേണ്ടതില്ല. ഈ പഴയ LG അതുപോലെ HTC തുടങ്ങിയിട്ടുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കാണ് ഇത് കൂടുതൽ ഒരു ബാധകമായി വരുന്നത്. സാംസങ് ഉൾപ്പെടെയുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ പുതിയ സോഫ്റ്റ്വെയറുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ പുതിയ ഫോണുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് മാറാനും കൂടുതൽ എളുപ്പമാണ്. അതുകൊണ്ട് ഇത്തരക്കാർക്ക് ഇത് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. 20-ലധികം ഫോണുകളിൽ ഈ ഒരു പുതിയ മാറ്റം അത്
ഉടൻ തന്നെ വരുമെന്നാണ് സൂചന. ആപ്പിൾ ഉപഭോക്താക്കൾക്ക് നിലവിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മെയ് മാസം മുതലായിരിക്കും അതും ആപ്പിൾ iOS 15.1 തുടങ്ങിയിട്ടുള്ള മോഡലുകളിലാണ് ഈ ഒരു കാര്യം അത് ആപ്ലിക്കബിൾ ആവുക. അത് മെയ് മാസം മുതലായിരിക്കും ഇത്തരത്തിൽ ആപ്പിൾ ഉപഭോക്താക്കൾക്ക് സേവനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അജിസുത ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. രൂപം മാറ്റം വരുത്തിയ നവകേരള ബസ് വീണ്ടും നിരത്തിൽ. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് രാവിലെ 8:30 സർവീസ് ആരംഭിച്ചു. എല്ലാ സീറ്റിലും യാത്രക്കാരുമായാണ് ബസിന്റെ യാത്ര. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് രാത്രി 10:30 സർവീസ്. പുതുവത്സര പുലരിയിൽ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തു നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് സന്തോഷമുള്ള ഒരു വർത്തമാനമാണ് നവകേരള ബസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ ബസ് യാത്ര ആരംഭിച്ചെങ്കിലും അത്ര ഗുണകരമായ രീതിയിലായിരുന്നില്ല സർവീസ്. പല മാറ്റങ്ങളും ബസ്സിൽ വരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യന്ത്രഗോവണി, അതായത് 2 വാതിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു വാതിൽ മാറ്റിയിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയൊക്കെ അടക്കം കയറിയിരുന്നത് കണ്ടു കഴിഞ്ഞ ഒരു വാർഡ് അത് മാറ്റി ഒരു വാതിലാക്കി ഇപ്പോൾ ചുരുക്കിയിരിക്കുന്നു. ഒപ്പം സീറ്റുകളുടെ എണ്ണത്തിൽ ഈ ബസ്സിൽ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഒരു പൊളിച്ചെഴുത്തലുകൾ നടത്തി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ ശുചിമുറി മാറ്റിയിട്ടില്ല എന്നതാണ്. നമുക്കൊപ്പം ഈ നവകേരള ബസ് നേരത്തെ ആദ്യം സർവീസ് നടത്തിയപ്പോൾ യാത്ര ചെയ്യാനുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ, അദ്ദേഹം ഇന്ന് അതിന്റെ 2ാമത്തെ വരവിലും യാത്രക്കാരനായി ഒപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, താങ്കൾ ആദ്യം ഈ ബസ് ബംഗളൂരുവിലേക്ക് യാത്ര പോയപ്പോൾ പുറപ്പെട്ട ആളാണ്, ഇത്തവണയും വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ബസ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ? അന്ന് നമുക്ക് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലിഫ്റ്റ് പോയി. അന്ന് പിന്നെ ഒരു കിച്ചണിന്റെ ഒരു സ്പേസ് അവിടെ ഉണ്ട്, അതും അവർ മാറ്റിയിട്ട് കൂടുതൽ സീറ്റുകൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റ് ഇവിടെയായിരുന്നു, ടയറിന്റെ പിന്നിലായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് എൻട്രൻസ് മുന്നിൽ ഡ്രൈവറുടെ അടുത്തായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ബസ്സായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇത് വിജയത്തിലേക്ക് പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യാത്രാ സുഖമൊക്കെ കൊണ്ട് നല്ല കംഫർട്ടായിരുന്നു. ഒരു ലക്ഷറി യാത്ര തന്നെയാണ്. പിന്നെ ചാർജ് ഇവർ കുറച്ചിട്ടുണ്ട്. അന്ന് 1150 രൂപ ഏകദേശം ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 950 മാറിയിട്ടുണ്ട്. അപ്പോൾ ചാർജും കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് കൂടുതൽ ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അന്ന് ഏകദേശം ഒരു 30 ആൾക്കാർ, ഇപ്പോൾ ഒരു 40 മേലെ ഒരു 10 ആൾക്ക് കൂടുതൽ എന്തായാലും ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ടോയ്ലറ്റ് അവർ നിലനിർത്തിയിട്ടുണ്ട്. KSRTCയിൽ ടോയ്ലറ്റിലെ ബസ് എനിക്ക് തോന്നുന്നത് ഇതേ ഉള്ളൂ തോന്നുന്നുണ്ട്. അതൊരു വലിയ ഘടകമാണ്. അതെ, യാത്രക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. മറ്റു KSRTC ബസ്സിൽ കോഴിക്കോട് കണ്ടിട്ടില്ല, മറ്റൊരു ജില്ലയിൽ എനിക്കറിയില്ല. ഈ നേരത്തെ പുലർച്ചെ 4:30 ആയിരുന്നു പുറപ്പെട്ടിരുന്നത്. അതൊരു സമയം ഒരു വലിയ പ്രശ്നമായിരുന്നു. അതെ, 4 മണിക്ക് യാത്ര ചെയ്യേണ്ട അവർ ഏകദേശം 2 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയപ്പോൾ സാധാരണ പോലെ രാവിലെ 8 മണിക്ക് യാത്ര ചെയ്താൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ 2 മണിയാകുമ്പോൾ എത്തും തന്നെ അവർ പറഞ്ഞു. പിന്നെ അവിടുന്ന് രാത്രി തന്നെ തിരിച്ച് വന്നാൽ കാലത്താകുമ്പോഴത്തേക്ക് ഇവിടെ എത്താനും പറ്റും. ഈ ചാർജും ഏതാണ്ട് ഇപ്പൊ സ്ഥിരം ഇതിലേക്ക് പോകുന്ന ബസ്സുകൾക്കുള്ള ചാർജ് തന്നെയാണ്. സാധാരണ ഒരു ലക്ഷറി ബസ്സാണല്ലോ, കുറച്ചൊരു AC എല്ലാ സൗകര്യം ഉണ്ടല്ലോ, അപ്പോൾ ചാർജ് വലിയൊരു കുഴപ്പമില്ല. ഇതിന്റെ ഒരു മാറ്റത്തില് തൃപ്തനാണ്. പിന്നെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൈസൂർ ഇപ്പോൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ 950 കൊടുക്കണം. പക്ഷേ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ കുറയും തന്നെ ഇവർ പറഞ്ഞത്. ബസ്സിൽ നമ്മൾ സീറ്റ് കാര്യമുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ചാർജ് കുറയുന്നുണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒറ്റ ഫെയറാ കാണിക്കുക. അത് പല ബസ്സിനും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അത് കാരണം അവർക്ക് ഡയറക്റ്റ് ബാംഗ്ലൂർ ടിക്കറ്റ് കിട്ടേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം വെച്ചെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സീറ്റ് കാലിയുണ്ടെങ്കിൽ ഇപ്പം കൽപ്പറ്റ ഇറങ്ങുന്നവർക്ക് അതിന്റെ ചാർജ് കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് പരിഹരിക്കപ്പെടും. കാരണം ലക്ഷറി ബസ്സാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റുകളിലൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ സീറ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഈ ബസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റാണ്. സാധാരണ KSRTCയുടെ ബസ്സുകളിൽ ഇത്തരത്തിൽ ടോയ്ലറ്റുകൾ കാണാൻ കഴിയില്ല. ഈ ടോയ്ലറ്റിന്റെ ഒരു എൻട്രൻസ്, അതായത് ഈ പ്രവേശന കവാടമുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ കഥകളുള്ളത് മാറ്റിയിരിക്കുന്നു. ഈ മറുവശത്തേക്കായിരുന്നു ആദ്യം ഈ ബസ്സിൽ ടോയ്ലറ്റ് ഉള്ളത്. പക്ഷെ അത് മാറ്റി ഇപ്പോൾ ഈ ഒരു വശത്തേക്കാവുന്നു. അതും ദീർഘദൂര യാത്രകൾ പുറപ്പെടുമ്പോൾ ആളുകൾക്ക് വലിയൊരു അനുകൂല ഘടകങ്ങളാണ്. പ്രത്യേകിച്ചും ഈ പ്രായമുള്ള ആളുകൾ, രോഗബാധിതർ തുടങ്ങിയ ആളുകൾക്കൊക്കെ പലപ്പോഴും ഈ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരാറുണ്ട്. അത് ബസ്സുകളിൽ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ ബസ്സിൽ ടോയ്ലറ്റ് ഉള്ളത്. എന്തായാലും അത് നിലനിർത്തി അതിന്റെ ഒരു രൂപഘടനയൊക്കെ ചെറിയ തോതിൽ മാറ്റി അതിന്റെ വലുപ്പമൊക്കെ കുറച്ച് ഒതുക്കി അത് കൂടുതൽ പര്യാപ്തമായ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ എന്തായാലും ഇത് ആളുകൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയാത്ത, കാരണം ഈ 4 മണിക്കും 4:30ക്കും ഒക്കെ പുറപ്പെടുമ്പോൾ ജില്ലയുടെ വിദൂര മേഖലകളിൽ നിന്നെത്തുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഈ ബസ് 4 മണിക്ക് ഈ ബസ്സിൽ പുറപ്പെടാൻ എത്തണമെങ്കിൽ ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പുലർച്ചെ മറ്റൊരു വാഹനം പിടിച്ച്, അതായത് ഇതിനേക്കാൾ ചെലവേറിയ
മറ്റൊരു വാഹനം പിടിച്ചു വേണം കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുക. അതിനുശേഷം മാത്രമാണ് ഈ ബസ് പിടിച്ച് പോവുക എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഒരു സമയക്രമത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തയ്യാറാവും. എന്തായാലും അതിന്റെ രണ്ടാം വരവിൽ പൂർണ്ണ റിസർവേഷനാണ്. മുഴുവൻ ആളുകളും ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ഈ ബസ്സിലെ ജീവനക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ തൃപ്തിയുള്ള ഒരു സാഹചര്യം ആണുള്ളത്. അവരോട് തന്നെ ചോദിക്കാം, അവർക്ക് ഈ ആദ്യ വരവും രണ്ടാം വരവും തമ്മിലുള്ളൊരു വ്യത്യാസം അതിനെപ്പറ്റി കൃത്യമായി പറയാൻ സാധിക്കും. ഈ രണ്ടാം വരവാണിത്. ആദ്യത്തെ ദിവസങ്ങളൊക്കെ വലിയ തിരക്കായിരുന്നു, പിന്നീട് നിർത്തേണ്ടി വന്നു. ഇപ്പൊ രണ്ടാം വരവിനെ എങ്ങനെ കാണുന്നു നിങ്ങൾ? നല്ല രീതിയിൽ പോകും. സീറ്റെണ്ണം കൂട്ടി പിന്നെ പല മാറ്റങ്ങൾ വരുത്തിയതിനെ കൊണ്ട് എന്തായാലും വണ്ടി ദിവസം ഫുള്ളായിട്ട് തന്നെ ഓടും. ഇപ്പൊ നല്ല കംഫർട്ടാണ് യാത്ര. പിന്നെ ഈ ടോയ്ലറ്റ് സൗകര്യം ഒരു വലിയ ഘടകമാണല്ലേ ഈ പ്രായമായ ആളുകൾ. അത് മാറ്റിയില്ല, എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. മാറ്റിയിട്ടില്ല, മാറ്റം വരുത്തിയിട്ടില്ല. എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ സമയത്തിന്റെ മാറ്റവും നല്ലതാണ്. സമയത്തിന്റെ മാറ്റം നല്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ദിവസവും ഫുൾ ആളുണ്ടായിട്ട്. ഇതിപ്പോ നേരത്തെ പറ്റുന്ന പ്രശ്നം ഈ സമയം തന്നെയായിരുന്നു പ്രധാന പ്രശ്നം അല്ലേ? രാവിലെ കുറച്ച് ആളുകൾ ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് 4 മണിയാകുമ്പോൾ കുറച്ച് 4 മണിക്കാണല്ലോ വണ്ടി തുടങ്ങും. അപ്പൊ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ആളുകൾ സീറ്റിന്റെ എണ്ണം കുറവ്. ഇപ്പൊ സീറ്റിന്റെ എണ്ണം കൂട്ടിയല്ല. അത് KSRTC ഒരു മുതൽക്കൂട്ടായി മാറും. മാറും തീർച്ചയായും. ഇന്നിപ്പോ ഫുള്ളാണല്ലോ. ഫുള്ളാണ്. ഈ റിസർവേഷൻ ചെയ്താലും മൊത്തം പൈസ ഒന്നിച്ചടയ്ക്കണം അല്ലേ? അങ്ങനെയാണോ? എവിടെ ഇറങ്ങണമെങ്കിലും ഈ ഫുൾ പൈസ അടച്ചു വേണം പോകാൻ അല്ലേ? അല്ല അങ്ങനെ അതിലൊരു വ്യക്തത ഉണ്ടാവേണ്ടത്. നിങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് ഈ വണ്ടി? പോയിട്ടുണ്ട്. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. പിന്നെ അന്ന് വരെ കുറെ 2 ഡോർ ഉണ്ടായിരുന്നു, ലിഫ്റ്റ് കാര്യങ്ങൾ പോലെ. ഇപ്പൊ എല്ലാം ഒഴിവാക്കിയത് കൊണ്ട് കുഴപ്പമില്ല. മുന്നൊരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യ യാത്ര പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ വരവിലെ ആദ്യ യാത്ര പുറപ്പെടുമ്പോൾ ബസ്സിൽ സീറ്റുകൾ പൂർണ്ണമായി പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സമയക്രമം മാറ്റി കഴിക്കുന്നു. ചാർജ് ഈ 1300 എന്നതിൽ നിന്നും 950 ആക്കി അല്ലെങ്കിൽ 9500 ആക്കി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഈ വാഹനത്തെ പൂർണ്ണമായും ഏറ്റെടുക്കും. സാധാരണഗതിയിൽ ഈ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സുകളിലൊക്കെ വലിയ തിരക്കാണ്. അവധി ദിവസങ്ങളിലൊക്കെ ടിക്കറ്റ് പോലും കിട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുള്ള ഒരു റൂട്ടാണ്. അതുകൊണ്ട് ഈ രണ്ടാം വരവിൽ പൂർണ്ണ വിജയമായി സൂപ്പർ ഹിറ്റായി തന്നെ നവകേരള ബസ് മാറും എന്നൊരു പ്രതീക്ഷയാണ് യാത്രക്കാർക്കും KSRTCക്കും ഒക്കെ ഉള്ളത്. TP വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതിൽ സർക്കാരിനെയും CPM-നെയും രൂക്ഷമായി വിമർശിച്ച സമസ്ത മുഖപത്രം സുപ്രഭാതം. കഠാര രാഷ്ട്രീയത്തിന് സർക്കാർ പിന്തുണയോ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതിൽ ഒരു അപരാധവും CPM കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. CB അനുമോദ് ചേർന്ന് വിവരങ്ങളുമായി. അനുമോദ്, നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പ്രധാനമായും സമസ്ത മുഖപത്രവും വിമർശിക്കുകയാണല്ലേ? എന്തൊക്കെയാണ് പറയുന്നത് പ്രധാനമായും? സമസ്ത മുഖപത്രത്തിന്റെ വിമർശനം രൂക്ഷമായ ഭാഷയിലാണ്. TP വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ച സർക്കാർ നിലപാടിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പത്രം വിമർശിക്കുന്നു. കഠാര രാഷ്ട്രീയത്തിന് സർക്കാർ പിന്തുണ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം ഉള്ളത്. ഈ കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതിൽ ഒരു അപരാധവും CPM കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പോലീസിന്റെ റിപ്പോർട്ട് നൽകിയും തള്ളിയും ഹൈക്കോടതി ഉത്തരവ് ധിക്കരിച്ചും വളഞ്ഞ വഴിയിലൂടെയാണ് കൊടി സുനിയെ പുറത്തെത്തിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ CPM സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നത് വ്യാപിച്ചു വരുന്ന രാഷ്ട്രീയ ജീർണതയുടെ പതിയെ വ്യാപിക്കുന്ന രാഷ്ട്രീയ ജീർണതയുടെ തെളിവായിട്ടും പത്രം വിമർശിക്കുന്നുണ്ട്. ഇതൊന്നും തെറ്റാണെന്ന് പോലും പറയാൻ ആരുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് തെറ്റെന്ന് പറയാനോ വിമർശിക്കാനോ ആരും ഉണ്ടാകില്ലെന്ന നേതാക്കളുടെ ധൈര്യമാണ് ആശങ്കപ്പെടുത്തുന്നത്. മനുഷ്യാവകാശത്തിന്റെ പേരിൽ ക്രിമിനലുകൾക്ക് നാട്ടിൽ സ്വൈരവിഹാരം നടത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നും സമസ്ത മുഖപത്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ വലിയ ഇതുവരെ പല സമയത്തും ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സംഘടനയാണ് സമസ്ത. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഈ ഒരു മുഖപത്രത്തിലെ മുഖപ്രസംഗം അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. നേരത്തെ UDF-ന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും
ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. നിയമപരമായിട്ട് ഇതിനെതിരെ നീങ്ങുമെന്നും പറഞ്ഞിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടി സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ ഇടതുപക്ഷത്തിനെതിരായ വിമർശനം വരുമ്പോൾ അതിലേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി അനുമോദ്. ഹാപ്പി ന്യൂ ഇയർ. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക രംഗത്തിന് തിളക്കമായി വീണ്ടും കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം. പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് ഈ മാസം 7-ന് തുടക്കമാകും. നിയമസഭാ വളപ്പിൽ 13 വരെയാണ് മേള നടക്കുക. നിയമസഭാംഗണം ഒരുങ്ങുകയാണ് ഒരിക്കൽ കൂടി അക്ഷരപ്പൂമുറ്റമാകാൻ. ഈ മാസം 7 മുതൽ 13 വരെയാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവം. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി 165 പ്രസാധകർ മേളയുടെ ഭാഗമാകും. 30 മുതൽ 35% വരെ ഡിസ്കൗണ്ട് പുസ്തകങ്ങൾക്ക് ലഭിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ എന്നിവയ്ക്ക് കൂടുതൽ വിലക്കിഴിവുണ്ട്. പുസ്തക പ്രകാശനങ്ങൾ 350ഓളം പ്രകാശനങ്ങളാണ് ഇത്തവണ ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി ഈ പ്രസാദകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 350ഓളം. കഴിഞ്ഞ തവണ 200 പ്രകാശനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിയമസഭാ സമുച്ചയത്തിനുള്ളിൽ വെച്ച് തന്നെ പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രിവിലേജ്, അതാണ് എനിക്ക് തോന്നുന്നു ഇത്തവണ അതിനെ കൂടുതൽ ആകർഷകമാക്കുന്നത്. അത് കൂടാതെ തന്നെ ബുക്ക് ഡിസ്കഷൻസും ഉണ്ട്. 60ഓളം ബുക്ക് ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. ചർച്ചകൾ, പുസ്തക ചർച്ചകൾ നടക്കുന്നുണ്ട്. പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിൽ എന്റെ എഴുത്തിന്റെയും വായനയുടെയും ജീവിതം എന്ന സെഷനിൽ അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രശസ്ത എഴുത്തുകാർ സൃഷ്ടികളെക്കുറിച്ചും വായനാലോകത്തെക്കുറിച്ചും മനസ്സ് തുറക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ബെന്യാമിനും ബിപിൻ ചന്ദ്രനുമാണ് പങ്കെടുക്കുക. പ്രൊഫസർ ആദിത്യ മുഖർജി നെഹ്റൂസ് ഇന്ത്യ എന്ന തന്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കും. തുടർന്നുള്ള ദിനങ്ങളിൽ കഥയുടെ കൈവഴികളെക്കുറിച്ച് ഫ്രാൻസിസ് നോറോണയും ജിസ ജോസും ജേക്കബ് എബ്രഹാമും സംവദിക്കും. മേളയുടെ ഭാഗമായി സ്റ്റുഡൻസ് കോർണറും ഫുഡ് ഫെസ്റ്റും ഒരുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. കാനനപാത വഴി വരുന്ന ഭക്തർക്ക് അനുവദിച്ചിരിക്കുന്ന പ്രത്യേക പാസ് നിർത്തലാക്കി. തിരക്ക് പരിഗണിച്ചാണ് തീരുമാനം. 5000 പേർക്ക് പാസ് നൽകാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. കാനനപാത വഴി വരുന്നവരും ഇനി മുതൽ ക്യൂ നിന്ന് ദർശനം നടത്തണം. പാലക്കാട് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്രിക്കറ്റ് ഇതിഹാസം വീരേന്ദ്ര സെവാഗ്. കാവിൽപ്പാട് പുളിക്കൽ നാഗയക്ഷി ക്ഷേത്രത്തിലാണ് ദർശനം നടത്താൻ താരമെത്തിയത്. ക്ഷേത്രത്തിലാണ് ക്രിക്കറ്റ് ഇതിഹാസം വീരേന്ദ്ര സേവാഗ് ദർശനം നടത്തിയത്. പാലക്കാട്ടെ സുഹൃത്തിനൊപ്പമായിരുന്നു സേവാഗ് ക്ഷേത്രത്തിലെത്തിയത്. പിന്നീട് 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിക്കുകയും ചെയ്തു. ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ ഫോട്ടോ സഹിതം സേവാഗ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. പാലക്കാട്ടെ പ്രസിദ്ധ നാഗക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാവിൽപ്പാട് പുളിക്കൽ നാഗേക്ഷി ക്ഷേത്രം. ന്യൂസ് 18 പാലക്കാട്. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നല്ല സമീപനമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നഗരസഭ അത്തരം കാര്യങ്ങൾ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല എന്നുവരെ ഒരു ഘട്ടത്തിൽ റെയിൽവേ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അന്നേ ദിവസം തന്നെ റെയിൽവേയുടെ പ്രതികരണം വന്നതിന് ശേഷം, റെയിൽവേ അധികൃതരുടെ പ്രതികരണം വന്നതിന് ശേഷം നഗരസഭ നടത്തിയ യോഗങ്ങളുടെയും നഗരസഭ റെയിൽവേക്ക് നൽകിയ എല്ലാ നോട്ടീസിൻ്റെയും പകർപ്പ് റെയിൽവേ കൈപ്പറ്റി എന്നുള്ള പകർപ്പടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥ വസ്തുത ജനങ്ങളും നമ്മളുമെല്ലാം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അപ്പം അന്ന് ആ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചു ചേർത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആ വകുപ്പും നഗരസഭയും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് നഗരസഭയുടെ നേതൃത്വത്തിൽ ആമഴഞ്ചാൻ തോടിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പം അന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, നമുക്ക് മുൻപത്തേക്കാൾ ഒരുപാട് പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ആമഴഞ്ചാൻ തോടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം ഒരു ശരിയായ സമീപനമല്ല എന്ന് തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ആമയിഴഞ്ചാൻ തോടിന്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. ഇന്നലെ മേയർ അടക്കം അവിടെ സന്ദർശനം നടത്തിയിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ മേയർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഹാപ്പി ന്യൂ ഇയർ അശ്വതി. എന്തായാലും ഉമാ തോമസ് MLA-യുടെ ഒരു ആരോഗ്യസ്ഥിതിയിൽ ഇന്നലെ രാവിലെ മെഡിക്കൽ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. എങ്കിൽ പോലും ഈ അപകടനില തരണം ചെയ്തു എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷെ അതൊരു പോസിറ്റീവായ സൂചന. കണ്ണു തുറന്നതും ഈ നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചതുമാണ്. മകൻ പറയുന്നതനുസരിച്ചൊക്കെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ കൈ പിടിക്കുകയും കൈകാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്തു. ഒപ്പം വെള്ളം കുടിക്കണമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷനൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ അപ്പോഴും തലയ്ക്കും നട്ടലിലുമേറ്റ പരിക്കുകളുടെ ആ ഒരു പ്രത്യേകിച്ച് തലയ്ക്കേറ്റ പരിക്കാണ് കുറച്ച് രൂക്ഷമായി നിൽക്കുന്നത്. ഒപ്പം ശ്വാസകോശത്തിലും ഏറ്റ പരിക്കൊക്കെ മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഒരു ആശ്വാസം എന്നോണം ഈ കൈകാലുകൾ അനക്കുന്നതും ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതുമൊക്കെ ഒരു നല്ല സൂചനയായി കണക്കാക്കാം. എങ്കിൽ പോലും വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ 3 ദിവസമായി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം അത് വരും ദിവസങ്ങളിൽ മാത്രമേ നടക്കൂ. പതുക്കെ മാത്രമേ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് റിഡേ മെഡിസിറ്റിയിൽ ഉമാ തോമസ് MLA ചികിത്സ തേടുന്നത്. അതോടൊപ്പം ഈ നമുക്കറിയാം വെന്റിലേറ്ററിൽ അധിക നാൾ കിടക്കുമ്പോൾ അണുബാധ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശ്വാസകോശത്തിൽ. അത് ഉണ്ടാകാതിരിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഡോക്ടർമാർ നടത്തുന്നത്. അങ്ങനെ അണുബാധ ഉണ്ടായാൽ ന്യൂമോണിയയിലേക്ക് വരെ പോകാനുള്ളൊരു സാധ്യത അത് പിന്നീട് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് ഉമാ തോമസ് MLA-ക്ക് നടത്തുന്നത്. എന്തായാലും 9 മണിക്കായിരിക്കും ഡോക്ടർമാർ യോഗം ചേർന്നതിന് ശേഷം 10 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ ഉമാ തോമസ് MLA-യുടെ ആരോഗ്യ പുരോഗതിയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മക്കൾ 2 പേരും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ ഉമാ തോമസ് MLA-യുടെ അടുത്തേക്ക് ആരെയും തന്നെ കടത്തിവിടുന്നില്ല. കാരണം അണുബാധ പുറത്തുനിന്ന് വല്ല അണുബാധ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ മക്കൾക്ക് മാത്രമാണ് വലിയ സുരക്ഷയോടുകൂടി മാത്രമേ ഉമാ തോമസിനെ കാണാനുള്ളൊരു അവസരം ഒരുക്കുന്നതുള്ളൂ. എന്തായാലും എത്രയും വേഗം ഉമാ തോമസ്